ഹായ്, ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ സുഹൃത്ത് അനീഷിന്റെ വീട്ടിൽ വിരിഞ്ഞ ഒരു മണിമുല്ല എന്ന് പറയുന്ന ഒരു ഇനം ചെടിയാണിത്. ഇത് വീടിന്റെ ടെറസുകളിലും അതുപോലെ വീടിന്റെ മുകളിലെല്ലാം ഇങ്ങനെ അലങ്കരിക്കാൻ വേണ്ടി നമ്മുടെ എല്ലാവരും ഓർക്കും ഇത് അങ്ങ് ഊട്ടിയിലോ കൊടൈക്കനാലോ ഒക്കെയാണെന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല, നമ്മളെവിടെ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ അടയ്ക്കത്തോടാണ് ഇത് ഉള്ളത്. അവൻ കുറെ കാലമായിട്ട് കൃഷി ചെയ്യുന്നതാണ്. കഴിഞ്ഞ കൊല്ലം കുറച്ചുണ്ടായി, അത് ഞാൻ കണ്ടായിരുന്നു. ഈ കൊല്ലം ഞാൻ ഈ ഭയങ്കരമായിട്ട് വിരിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് നമുക്കൊരു വീഡിയോ എടുക്കാം എന്ന് ഞാൻ അവനോട് പറയുകയും അവൻ ഓക്കെ പറയുകയും അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഇത് വെച്ച് പിടിപ്പിച്ചത്, അല്ല എങ്ങനെയാണ് ഇതിന്റെ സംഭവങ്ങൾ എന്ന് നമുക്ക് അനീഷിനോട് ചോദിച്ചറിയാം. അനീഷേ, ഇത് എത്ര കാലം ഇത് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇതിപ്പോ ഒരു 4 വർഷമായി ഞാനിവിടെ നട്ടിട്ട്. ഇത് ഞാൻ ചുമ്മാ ഒരു വിശ്രമ കേന്ദ്രത്തിന് വേണ്ടി ഉണ്ടാക്കിയതാ. അതിന്റെ മേളിൽ ഇങ്ങനെ തൈ ഒരെണ്ണം ഓൺലൈൻ വരുത്തതാണ്. അന്ന് 450 രൂപ കൊടുത്ത് മേടിച്ചതാണ്. ഇത് കഴിഞ്ഞ വർഷം കുറച്ച് കായ്ച്ചു. ഈ വർഷമാണ് ഇപ്പൊ ശരിക്കും ഇങ്ങനെ കായ്ക്കാൻ പറഞ്ഞത്, പൂത്തത്. ഇത് എവിടുന്നെങ്കിലും പഠിച്ചതാണ് ഇത് കൃഷി രീതി കാര്യങ്ങളെല്ലാം? ഇല്ല, ഇത് ഞാൻ വയനാട് നിറച്ച് ഇതുണ്ടല്ലോ. ഇപ്പം ഇത് വയനാട്ടിൽ ഇപ്പൊ ഒത്തിരി വരുന്നുണ്ട്. അപ്പം അങ്ങനെ കണ്ട് യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ ഇതിന്റെ തൈ ഒരെണ്ണം മേടിച്ചതാണ്. ഇതുകൊണ്ട് എന്തെങ്കിലും ശല്യം കാര്യങ്ങളുണ്ടോ? പാമ്പോ കാര്യങ്ങളോ കയറി ഇരിക്കുവോ? അല്ലെങ്കിൽ ഇതുവരെ ഇതിന് മേലെ ഇങ്ങനത്തെ ഒരു ശല്യം ഇല്ല. പിന്നെ അങ്ങനെ എലിശല്യം അങ്ങനത്തെ ഇതുവരെ ഒരു കുഴപ്പം ഇതുവരെ ഇല്ല. നേരത്തെ അനീഷ് പറഞ്ഞില്ലേ ഇത് പാമ്പ് കയറൂല, അങ്ങനെ എലിശല്യം ഒന്നും ഇല്ലാന്ന്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഇതിന്റെ തണ്ടയിൽ ഒരു പൂച്ചേന്റെ കാലുവാലോ ഇത് വരുന്നുണ്ട്. അത് കാരണമാണ് ഇതിനകത്ത് പാമ്പൊന്നും കയറില്ലെന്ന് ഇവർ എല്ലാവരും പറയണേ. വയനാട്ടിലൊരു വീടിന്റെ മേളിൽ ഇത് ഫുള്ള് ചെയ്തിട്ടുണ്ട്. പുള്ളി പറഞ്ഞാൽ ഇതുവരെ ഒരു ശല്യം ഇല്ലെന്നാ. അതേപോലെ എനിക്ക് ഇതുവരെ ഇവിടെ ഒരു ശല്യം വന്നിട്ടില്ല. അങ്ങനെ ഇതെങ്ങനെയാണ് ഈ ചെടി നട്ടതും കാര്യങ്ങളും, പിന്നെ ഇതിന്റെ കൃഷി രീതികൾ കാര്യങ്ങളൊക്കെ? പരിപാലനം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഞാൻ നട്ടമ്മ ചാണകപ്പൊടിയും എല്ലുപൊടി ഇട്ട് വെച്ചതാണ്. അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുക്കും. വേറെ വളമൊന്നും ഇതുവരെ ഇട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. വെള്ളം ശരിക്കും ഒഴിച്ചു കൊടുക്കും, അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല, പരിപാലനമൊന്നുമില്ല. വളവോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നും ചെയ്താറില്ല. ആദ്യം ചെയ്ത ആ വളം മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ചെയ്തതുകൊണ്ട് തണുപ്പ് കൂടുതലുണ്ടോ, അല്ലെ തണുപ്പ് കുറവുണ്ടോ, അല്ലെങ്കിൽ ഇത് സാധാ തണുപ്പ് തന്നെയാണോ? എങ്ങനെയാണ് ഇതിന്റെ? ഇതിനകത്ത് അല്ലെങ്കിലും തണുപ്പാണ് എപ്പോഴും, ചൂടില്ല. പോരാഞ്ഞിട്ട് ഇത് ഓടാണ് ഇട്ടാക്കുന്നത്. ഓടിന്റെ മേളിൽ ഇത് ചെയ്താണ്ട് വലിയ ചൂടൊന്നും ഇല്ല. ഏതായാലും ഇതിനകത്ത് ഞാൻ പകലൊക്കെ ഇരിക്കാറുള്ളത്. ഇതിനകത്ത് കുഴപ്പമില്ല, നല്ല സുഖമായി ഇതിനകത്ത് ഇരിക്കാൻ. അതുപോലെ തന്നെ ഈ പക്ഷിശല്യം, അതുപോലെ ഈ വണ്ടുകള്, അതുപോലെ തേനീച്ചേന്റെ എല്ലാം ശല്യം ഉണ്ടോ? ഇങ്ങനെ ഈ തേൻ കുടിക്കാനെല്ലാം വന്നിട്ട് ഇതിപ്പോ ഒരാഴ്ച കൂടുതൽ നിൽക്കില്ല പൂവ്. അന്നേരം ഇത് അങ്ങനത്തെ വലിയ കുഴപ്പമില്ല. തേനീച്ച കുടിക്കാൻ തേൻ കുടിക്കാൻ തേനീച്ചയൊക്കെ വരുന്നുണ്ട്. അത് ശല്യമായിട്ടൊന്നും എനിക്കില്ലപ്പോ. അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ഒരു അലങ്കാര മത്സ്യം, ഒരു ചെറിയൊരു കുളവും പിന്നെ ചെറിയൊരു ബൈബും എല്ലാം ആയിട്ട് അടിപൊളിയാണ്, സെറ്റപ്പാണ്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. കാണാൻ പറ്റുന്നവരൊന്ന് പോയി കാണുക കേട്ടോ. ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഇതിൽ കൊടുത്തേക്കാം.